KPC അധ്യക്ഷൻ സുധാകരൻ, അതുപോലെ വി ഡി സതീശൻ ഒക്കെ എനിക്ക് തോന്നുന്നത് ഈ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ മുഖത്തൊക്കെ നല്ല ചിരിയുണ്ട്. സന്ദീപ് വാര്യരുടെ മുഖത്ത് എന്താണ് വികാരമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. പറയൂ. SKN ഇപ്പോൾ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഈ വാർത്താ സമ്മേളനം നടത്തുന്ന മുറിയിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ പ്രതിനിധി അർഷക്കടക്കമുള്ള ആളുകൾ അങ്ങോട്ട് മുകളിലേക്ക് കയറിയിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള മുഴുവൻ ആളുകളും ഈ വാർത്താ സമ്മേളനം നടത്തുന്ന ഹാളിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു ഘട്ടത്തിൽ കാണുന്നത്. എന്തായാലും ഇതിനുശേഷം വാർത്താ സമ്മേളനം ഉണ്ടാകും. ഈ ഒരു 11:30 മണിയോടുകൂടി സന്ദീപ് വാര്യർ എത്തിച്ചേരുമെന്നാണ് ഒരു ഘട്ടത്തിൽ വാർത്തകൾ പുറത്തു വന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ മുന്നേറ്റം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതായത് ഈ ഒരു ഘട്ടത്തിൽ BJPയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ആര് എന്ന ചോദ്യമാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ആ ഒരു പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം BJPയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ആര് എന്ന ചോദ്യത്തിന് ഒരേ ഒരു മറുപടി അത് കോൺഗ്രസ് ആണ് എന്ന്, അല്ലെങ്കിൽ UDF ആണ് എന്ന് പറയാൻ ഈ ഒരു ഘട്ടത്തിൽ സാധിക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യരുടെ കടന്നുവരവ് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും കോൺഗ്രസ് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനം ആരംഭിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. നേതാക്കളും പ്രവർത്തകരും ഇങ്ങോട്ട് വരുന്നുണ്ട്. ദീപാദാസ് മുൻഷിയുണ്ട്, ഷാഫി പറമ്പിലുണ്ട്, VK ശ്രീകണ്ഠൻ MP ഉണ്ട്, K സുധാകരനുണ്ട്, പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്. അങ്ങനെ എല്ലാവരും ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. വാർത്താ സമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. തലമുതിർന്ന നേതാക്കന്മാരെല്ലാം ഈ മാധ്യമ സമ്മേളനത്തിലേക്ക് വരികയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഈ രാഷ്ട്രീയ ചേരിതിരിവും മാറ്റവും ഒക്കെ തന്നെ എത്രമാത്രം പ്രതിഫലിക്കുമെന്ന് കാണാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്കറിയുന്നത് പോലെ എന്തായാലും ഇന്നത്തെ നടക്കുന്ന രാഷ്ട്രീയ വാർത്തയായി സന്ദീപ് വാര്യരുടെ ഈ പുതിയ സ്ഥാനാരോഹണം ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുവരെ നമ്മുടെ ടെലിവിഷൻ സംവാദ വേദികളിലൊക്കെ തന്നെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച അതേ സന്ദീപ് വാര്യർ ഇന്നു മുതൽ കോൺഗ്രസിന് വേണ്ടി ശബ്ദിക്കുന്ന രാഷ്ട്രീയ പ്രഭാവമായി മാറാൻ പോകുന്നു. ഒരുപക്ഷെ ഇതൊരു കോൺഗ്രസിൻ്റെ മിന്നൽ നീക്കമാണ്. ശത്രുപാളയത്തിലൊക്കെ വലിയ സന്ദേഹമുണ്ടാക്കുന്ന ഒരു മിന്നൽ നീക്കം. BJPയിലെ മുതിർന്ന നേതാക്കന്മാരൊക്കെ വിശ്വസിച്ചിരുന്നത് എന്തു വന്നാൽ ഈ അന്ധക്കരണം ഇദ്ദേഹം കാണിക്കത്തിൽ നിന്നാണ്. പക്ഷേ കരണം അറിഞ്ഞ് ഇദ്ദേഹം കൈ കൊടുത്തിരിക്കുന്നു കോൺഗ്രസിന് എന്നുള്ള കാര്യമാണ്. അല്പസമയത്തിനകം KPCC അധ്യക്ഷൻ തന്നെ ഈ കാര്യം പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സന്ദീപ് വാര്യർ DCC ആസ്ഥാനത്ത് എത്തിയോ എന്നറിയില്ല. ശ്രീജിത്ത് വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, സന്ദീപ് വാര്യർ കഥാപുരുഷൻ എത്തിക്കഴിഞ്ഞോ? സന്ദീപ് വാര്യർ എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സന്ദീപ് വാര്യർ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് എത്തിച്ചേരും. ഈ വാർത്താ സമ്മേളനം ആരംഭിക്കുകയാണ് SKN. അല്പസമയത്തിനകം തന്നെ ഈ വാർത്താ സമ്മേളനം തുടങ്ങും. വാർത്താ സമ്മേളനത്തിനായി KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു കാഴ്ച. അവരെ വാർത്താ സമ്മേളനം ആരംഭിക്കുകയായി. എന്തായാലും അല്പസമയത്തിനകം ഇവിടെ DCC പ്രസിഡന്റും അടക്കമുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പോരാത്തതിന് CMPയുടെ നേതാവ് CP ജോൺ ഉണ്ട്, അതുപോലെ തന്നെ M ലിജു, അങ്ങനെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇവിടെ സജ്ജീകരിച്ച് വാർത്താ സമ്മേളനത്തിന് വേണ്ടി സജ്ജീകരിച്ച് നിൽക്കുകയാണ്. ഈ വേദിയിലേക്ക് സന്ദീപ് വാര്യർ എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 11:30 മണിയോടുകൂടി ആ ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം BJP വിരുദ്ധ വോട്ടുകൾ അത്രമാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അതിൽ മറ്റ് രാഷ്ട്രീയങ്ങളില്ല. BJPക്കെതിരെ ഏറ്റവും കൂടുതൽ ആര് എന്ന ചോദ്യത്തിന് കോൺഗ്രസ് ആണോ CPM ആണോ എന്ന് നോക്കി വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം സെക്കുലർ വോട്ടുകൾ ഉണ്ട് എന്ന് കോൺഗ്രസ് കരുതുന്നു. അത് CPM വോട്ടുകളും കൃത്യമായ രീതിയിൽ അത്തരത്തിൽ പോൾ ചെയ്യപ്പെടാറുണ്ട്. അത് കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ BJPക്കെതിരെ ആര് എന്ന ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരം അത് തങ്ങൾ തന്നെയാണ് എന്ന് ഇത്തരത്തിൽ സന്ദീപ് വാര്യർ അടക്കമുള്ള ഇത്തരത്തിൽ നേതാക്കളുടെ BJPയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന് വരും ദിവസങ്ങളിൽ അതൊരു രാഷ്ട്രീയ പ്രചരണായുധമാക്കുക കൂടി ചെയ്യാം. കാരണം കൃത്യമായ രാഷ്ട്രീയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചകൾ CPMനെ കേന്ദ്രീകരിച്ചായിരുന്നുവെങ്കിൽ ഇത് കൃത്യം തങ്ങളാണ് ഉള്ളത്. സന്ദീപ് വാര്യർ തങ്ങളുടെ പക്ഷത്തേക്കാണ് കടന്നു വന്നിട്ടുള്ളത്. അത് സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയം, ഹിന്ദുത്വ രാഷ്ട്രീയം ഉപേക്ഷിച്ച് നേരെ കടന്നു വന്നിരിക്കുന്നത് തങ്ങളുടെ പാളയത്തിലേക്കാണ്. അത് സെക്കുലർ പാളയത്തിലേക്കാണ്, മതനിരപേക്ഷ പാളയത്തിലേക്കാണ്. ആ മതനിരപേക്ഷ പാളയം കോൺഗ്രസ് ആണ് എന്ന് കൃത്യമായ രീതിയിൽ ഒരു പ്രചാരണം നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കനത്ത വെല്ലുവിളി തന്നെയാണ്
മണ്ഡലം കൺവെൻഷൻ, നിയമസഭാ മണ്ഡലം കൺവെൻഷനിൽ നിന്ന് ഇറക്കി വിട്ട ശേഷം അല്ലെങ്കിൽ സന്ദീപ് വാര്യർ പിണങ്ങിപ്പോയ ശേഷം അല്ലെങ്കിൽ മാറി നിന്ന ശേഷം സന്ദീപ് വാര്യരെ കാര്യമായ രീതിയിൽ ബന്ധപ്പെടാൻ പോലും ശ്രമിച്ചിരുന്നില്ല. അതിൻ്റെയൊക്കെ ആകെ തുകയാണ് അല്ലെങ്കിൽ ഒരു പ്രതിഫലനമാണ് ആദ്യഘട്ടത്തിൽ CPM-ലേക്ക് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ ആകെ തുകയാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സന്ദീപ് വാര്യർ തിരഞ്ഞെടുത്തതിന് പിന്നിലേക്ക് എന്ന് പറയുന്നു. ഇപ്പോൾ ബെന്നി ബെഹനാൻ, തീർച്ചയായും അവിടെ നിൽക്കുന്ന ആളുകൾ ഒന്ന് മാറി നിൽക്കണം. കാരണം നിരവധി പ്രവർത്തകരുണ്ട്. അത് സാധാരണ ഈ ഓഫീസിൽ ഇങ്ങനെ നിരവധി പ്രസ് മീറ്റ് ആരംഭിക്കുകയാണ്.